സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ആരാധകർക്ക് ഈ ഡിസംബർ ഒട്ടും സാധാരണമല്ല. 25 വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററുകളിൽ കാറ്റുപോലെ പായിച്ച പടയപ്പ നടന്റെ ജന്മദിനമായ ഡിസംബർ 12-ന് വീണ്ടും വെള്ളിത്തിരയിലേക്ക് മടങ്ങി വരികയാണ്. രജനീകാന്ത് സിനിമാ മേഖലയിൽ 50 മഹത്തായ വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ പ്രത്യേക അവസരത്തിൽ 1999-ലെ സൂപ്പർ ഹിറ്റ് ചിത്രം തിയേറ്ററുകളിൽ വീണ്ടും റിലീസ് ചെയ്യും. വരവിന്റെ ആവേശം പരമാവധി കൂട്ടാൻ AR റഹ്മാൻ ഒരു സമ്മാനം എന്നോണം പടയപ്പിലെ 33 OST ട്രാക്കുകൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ പുറത്തിറക്കി. ആരാധകർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതേ വികാരം പകരുന്ന ബീറ്റ്സുകളും ഓർമ്മകളുമാണ്. KS രവികുമാർ സംവിധാനം ചെയ്ത ഈ ക്ലാസിക് ചിത്രത്തിൽ സൗന്ദര്യ, രമ്യാകൃഷ്ണൻ, ശിവാജി ഗണേശൻ, ലക്ഷ്മി, നാസർ, അബ്ബാസ് എന്നിവരെല്ലാം ചേർന്ന് സൃഷ്ടിച്ച അത്ഭുതം ഇന്നും തമിഴ് സിനിമയുടെ അഭിമാനമായി നിലനിൽക്കുന്നു. രജനീകാന്തിന്റെ ഇളയമകൾ സൗന്ദര്യ രജനീകാന്താണ് റിലീസ് ട്രെയിലർ പുറത്തുവിട്ടത്. ഐതിഹാസികമായ പടയപ്പ ട്രെയിലർ ലൈവായി. തമിഴ് സിനിമയിലെ പ്രിയപ്പെട്ട ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായ ഈ ചിത്രത്തിലൂടെ തലൈവറിന്റെ സമാനതകളില്ലാത്ത സാന്നിധ്യം വീണ്ടും അനുഭവിക്കാൻ തയ്യാറാകൂ എന്നാണ് സൗന്ദര്യ പങ്കുവച്ചത്. എന്നാൽ പ്രേക്ഷകരെ വീണ്ടും കൂടുതലായി അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ്. ഇതുവരെ പടയപ്പ 2 തവണ മാത്രമാണ് ടെലിവിഷനുകളിൽ സംപ്രേഷണം ചെയ്തത്. ഇതുവരെ ഒരിക്കലും OTT പ്ലാറ്റ്ഫോമുകളിൽ എത്തിയിട്ടുമില്ല. ഇതൊക്കെ രജനീകാന്തിന്റെ സ്വന്തം തീരുമാനമായിരുന്നുവെന്ന് താരം തന്നെ വെളിപ്പെടുത്തി. വർഷങ്ങളോളം ആർക്കും ഞാൻ അവകാശങ്ങൾ നൽകിയില്ല. ആളുകൾ പടയപ്പ വലിയ സ്ക്രീനിൽ മാത്രം കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ 50ാം സിനിമാ വാർഷികത്തിൽ ആരാധകർക്ക് വേണ്ടി വീണ്ടും ഇത് പ്രദർശിപ്പിക്കുകയാണ് എന്നാണ് വീഡിയോയിൽ രജനീകാന്ത് പറഞ്ഞത്. 1999-ലെ റെക്കോർഡുകൾ തകർത്ത ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് മാന്ത്രികത വീണ്ടും ആവർത്തിക്കുമോ? നമുക്ക് വീണ്ടും ഒന്ന് കാത്തിരിക്കാം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.